ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒരു പുതിയ അധ്യായമാണ്. അതായത് ഞാൻ തമ്പനയിൽ സൂചിപ്പിച്ച പോലെ ഒരു ബൃഹത്തായ സംരംഭം. അതായത് നമ്മൾ PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു PYQ ടെക്നിക്ക് എങ്ങനെയാണ് എന്നൊരു കാര്യം നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. PYQ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇറൈസിങ് ടെക്നിക്കാണ്. നമ്മളെ സിലബസിനെ വലിച്ചു കീറി നമ്മൾ പഠിച്ചു തീർക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു തുടക്കക്കാരൻ തൊട്ട് തെളിഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് വരെ സിമ്പിളായിട്ട് പയറ്റാവുന്ന ഒരു പരിപാടിയാണ് ഇത്. PSC മേഖലയിൽ തുടക്കക്കാരൻ തൊട്ട് ഞാൻ പറഞ്ഞില്ലേ, നല്ല റേഞ്ച് നിൽക്കുന്നവർക്ക് വരെ പഠിക്കാവുന്ന പരിപാടിയാണ്. നല്ല റേഞ്ച് ആയിട്ട് നിൽക്കുന്ന ഒരാൾ, നിലവിൽ ലിസ്റ്റിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നവരും പുതിയ അപ്ഡേറ്റഡ് പരീക്ഷകൾക്ക് പഠിക്കുന്നവർക്കും റീസെന്റ് PYQ, പഴയ PYQകളും റീസെന്റ് PYQകളും പഠിക്കുക. അതിന്റെ എക്സ്പ്ലനേഷൻ തേടി പോവുക. ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഈ ക്ലാസ്സിൽ. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ അവന് ഒരു വലിയ പടുകൂറ്റൻ 4 റാങ്ക് ഫയലുകൾ പഠിച്ചു തീർക്കാൻ പറ്റുമോ പാടായിട്ടുള്ള ഒരാൾക്ക് PYQ പഠിച്ചു കഴിഞ്ഞാൽ ഒരു PYQ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ അതിൽ 100 ചോദ്യങ്ങളാണ്. നിങ്ങളുടെ സിലബസിലുള്ള ഫുൾ കാര്യങ്ങൾ അതിൽ വരും. പക്ഷേ കീറി മുറച്ചായിരിക്കും വരുന്നത്. ചിലപ്പോൾ ലോക ചരിത്രത്തിൽ നിന്ന് ഒരു വിപ്ലവത്തിന്റെ ക്വസ്റ്റ്യനെ വരൂ, ഇന്ത്യൻ സമരങ്ങളിൽ നിന്ന് ഒരു സമരമേ വരൂ. അങ്ങനെ നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, ആർട്സ്, ലിറ്ററേച്ചർ, നവോത്ഥാനം, എന്താണ് കണക്ക്, ഇംഗ്ലീഷ്, മലയാളം, ഈ സ്പെഷ്യൽ ടോപ്പിക്, ഈ ടോപ്പിക്കുകൾ മൊത്തം, സയൻസ്, കറണ്ട് അഫയർ, ഇതെല്ലാം ഒരേ ദിവസം പാർട്ട് ബൈ പാർട്ടായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. നിങ്ങളുടെ സിലബസിന്റെ 100%ത്തിലേക്ക് 0% നിന്ന് ഓരോ ദിവസം പടിപടിയായി ഉയർന്ന് ഒരു 80%-ഓളം നിങ്ങൾ എത്തും. എന്നിട്ട് ഇതിലൊരു 50% കഴിയുമ്പോൾ നിങ്ങൾ റാങ്ക് ഫയൽ റെഫർ ചെയ്തോളൂ. ആ റാങ്ക് ഫയൽ നിങ്ങളൊരു പാർട്ട് എടുത്ത് നോക്കൂ. ഇതിപ്പോ ചൈനീസ് വിപ്ലവത്തെ കുറിച്ചൊരു ചോദ്യമാണ്. അത് ഞാൻ പറഞ്ഞു തരുമ്പോൾ ചൈനീസ് വിപ്ലവത്തിന്റെ ആൾമോസ്റ്റ് കാര്യങ്ങൾ അതിൽ വരും. അവിടെ ഇവിടെയും കിട്ടാത്ത ചോദ്യങ്ങൾ അടുത്തൊരു PYQ റെഫർ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം വരുമ്പോൾ അതിന്റെ കാര്യം നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ അത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഈ പരീക്ഷ ഈ വരാൻ പോകുന്ന ഡ്രൈവർ, പോലീസ്, മറ്റ് യൂണിഫോം തസ്തികകളായ +2 ലെവൽ, സെക്രട്ടേറിയറ്റ് OA, 10th ലെവൽ പരീക്ഷകളായ ASM, ബെപ്കോ LD, VFA, ഇനി വരാൻ പോകുന്നത് മറ്റ് ഡിഗ്രി ലെവൽ മെയിൻസും പ്രിലിംസും പരീക്ഷകൾക്ക് വളരെയധികം ഏതൊരു 7ാം ക്ലാസ് ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള ഏതൊരു PSC ജനറൽ എക്സാമിനും ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. അതായത് GK പ്ലസ് നമ്മളെ ഈ 100 മാർക്ക് സിലബസ് ആൾമോസ്റ്റ് എല്ലാ പരീക്ഷയ്ക്കും ആൾമോസ്റ്റ് സിലബസ് ആണ്, സെയിം ആണ്. ഇതിൽ വ്യത്യാസമായിട്ടുള്ളത് ഇപ്പൊ ഡ്രൈവർ, പറഞ്ഞതിൽ ഡ്രൈവർ ആണെങ്കിൽ, കോമൺ ഡ്രൈവർ ആണെങ്കിൽ, യൂണിഫോം തസ്തിക അല്ലാത്ത ഡ്രൈവർ ആണെങ്കിൽ അതിന്റെ സിലബസ് നിങ്ങൾക്ക് അറിയാം. പ്രിലിംസ് മാതൃകയിലുള്ള സിലബസ് ആണ്. അതിൽ ലോക ചരിത്രം ഇല്ല. പക്ഷേ എങ്കിലും ഞാൻ ഒന്ന് ഓർമ്മിച്ചോട്ടെ, റയറായിട്ട് ലോകചരിത്രത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, റയറായിട്ട്. അങ്ങനെയുള്ളവർ ഈ ലോകചരിത്രം തറതൂത്തിരുന്ന് പഠിക്കണമെന്നില്ല. ജസ്റ്റ് PYQ നോക്കിയാൽ മതി. അതിനുവേണ്ടി വളരെ സമയം കുറച്ച് ചിലവാക്കിയാൽ മതി. ഏതാണ് ഈ ഔട്ട്സൈഡ് സിലബസിന് വേണ്ടി. മെയിൻ സിലബസ് പഠിച്ചിട്ട് പഠിച്ചാൽ മതി. ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയെ പഠിക്കാവുള്ളൂ. ലോക ഹിസ്റ്ററി ഡ്രൈവേഴ്സിന് ഇല്ല. ജനറൽ ഡ്രൈവറിന്, പോലീസ് ഡ്രൈവറിനൊക്കെ ഉണ്ട്. മറ്റു പരീക്ഷ ഞാൻ പറഞ്ഞ എല്ലാ CPO, എക്സൈസ്, ഫയർമാൻ, അതിലൊക്കെ ഇതെല്ലാം ഉണ്ട്. ഓക്കെ, ശരി. അപ്പൊ ചോദിച്ച ഒരു ചോദ്യമാണ്, ഒരു LD ക്ലർക്ക് 2024 ബൈ ട്രാൻസ്ഫർ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. സാൻ മിൻ ചൂയി എന്ന് പറയുന്ന ഈ 3 രാഷ്ട്ര നിർമ്മാണ തത്വങ്ങൾ കൊണ്ടുവന്ന ഭരണാധികാരി ആരാണ്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട 4 ഭരണാധികാരികളെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളെ ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം സന്യാട്സൺ ആണ്. സന്യാസിനെ കുറിച്ച് പഠിക്കുക. ഈ ബാക്കി 3 പേര് അവരെ കുറിച്ച് ജസ്റ്റ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതാണ് ഇതിന്റെ PYQ ടെക്നിക്ക് എന്ന് പറഞ്ഞത്. സന്യാട്സൺ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ 3 തത്വങ്ങളാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഇതിന്റെ ചൈനീസ് പദങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സാൻ മിൻ ചൂയി, ഇതാണ് ഒന്ന വ്യത്യാസം. നമ്മൾ പഠിക്കുന്നത് ഇതാണ്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം തത്വങ്ങൾ ആവിഷ്കരിച്ചത്, ഒരു രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് തത്വങ്ങൾ ആവിഷ്കരിച്ചത്, 3 തത്വങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? സന്യാട്സൺ ആണ്. പക്ഷേ അദ്ദേഹത്തിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചൈനീസ് പദങ്ങളിൽ നിന്നാണ്. ഇതിനെ എന്തും അറിയപ്പെടും? സാൻ മിൻ ചൂയി എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇനി സന്യാട്സന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പഠിക്കാം. ആധുനിക ചൈനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സന്യാട്സൺ ആണ്. കാരണം ചൈനയിൽ നിലനിന്നിരുന്ന മഞ്ജു രാജവംശത്തെ അവരെ തുരത്തി ഓടിച്ച് കച്ചകെട്ടാൻ ശ്രമിച്ചത് 1911 ചൈനീസ് വിപ്ലവമാണ്. അതിന് നേതൃത്വം കൊടുത്തത് സന്യാട്സൺ ആയിരുന്നു. കാരണം അദ്ദേഹം അതിനുവേണ്ടി സ്ഥാപിച്ച ഒരു കിടിലം സ്ഥാപനമുണ്ട്, ഒരു സംഘടനയുണ്ട്. അതാണ് കുമിങ്താങ് പാർട്ടി. 1912 നിലവിൽ വന്ന കുമിങ്താങ് പാർട്ടി. 11 ചൈനീസ് വിപ്ലവം ആരെ കെട്ടുകെട്ടിച്ചു? അത് മഞ്ജു രാജവംശത്തെ കെട്ടുകെട്ടിച്ച് അവിടെ ആധുനിക ചൈനയുടെ ശില്പിയായി വന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് സ്ഥാപിച്ചത്
ചൈനീസ് റിപ്പബ്ലിക് കൊണ്ടുവന്ന അദ്ദേഹമാണ്. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റും ആരാണ്? 1912 ജനുവരി 1 ആദ്യത്തെ പ്രസിഡന്റ് ആയത് ആരാണ്? സന്യാട്സൺ ആണ്. അദ്ദേഹത്തിന്റെ ഫേമസ് കോട്സ്: മൂലധനം നിയന്ത്രിക്കുക, ഭൂമി തുല്യമാക്കുക. സന്യാട്സന്റെ ഫേമസ് കോട്സ് ആണ്. ഇനി ഈ പറഞ്ഞ കുമിങ്താങ് പാർട്ടിയുടെ മറ്റൊരു പേരുണ്ട്, അതാണ് ചൈന പുനരുജ്ജീവന സംഘം. കുമിങ്താങ് പാർട്ടിയുടെ മറ്റൊരു പേരാണ്. ഞാൻ പറഞ്ഞ പോയിന്റുകളും ആലോചിക്കും. ഇത്രയേ ഉള്ളൂ സന്യാട്സിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സാൻ മിൻചൂയി എന്ന ഭരണതത്വം ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സന്യാട്സന്റെ ആണ്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, ഈ തത്വങ്ങളുടെ മറ്റൊരു ചൈനീസ് പരിഭാഷയാണ് ആ പറഞ്ഞ 3 പദങ്ങൾ. ആധുനിക ചൈനയുടെ ശില്പി അദ്ദേഹമാണ്. 1911 ചൈനീസ് വിപ്ലവം വഴി മഞ്ചു രാജവംശത്തെ കെട്ടുകെട്ടിച്ചതിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? സന്യാട്സൺ ആണ്. അദ്ദേഹം സ്ഥാപിച്ച ചൈനീസ് പുനരുജ്ജീവന സംഘം എന്നറിയപ്പെടുന്ന കുമിങ്താങ് പാർട്ടി 1912 സ്ഥാപിച്ച അദ്ദേഹമാണ് ആധുനിക ചൈനയുടെ ശില്പി. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് 1912 ജനുവരി 1 മൂലധനം നിയന്ത്രിക്കുക, ഭൂമി തുല്യമാക്കുക എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സന്യാട്സൺ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ സന്യാട്സന്റെ മരണത്തിന് ശേഷം 1925 വന്ന ആളാണ് ചിയാൻ കൈഷക്ക്, രണ്ടാമത്തെ ആള്. ഈ ഭരണകർത്താക്കളുടെ കാലഗണനാക്രമവും നമ്മൾ പഠിക്കും ഇതിലൂടെ, അതും ചോദിക്കാം. അടുത്തൊരു ചോദ്യമായിട്ട് ഈ 4 ഓപ്ഷൻ തന്നിട്ട് അങ്ങനെ ചോദിക്കാം. 1, 2, 3, 4 ഇങ്ങനെയാണ് പോകുന്നത്. ചിയാൻ കൈഷക്ക് രണ്ടാമത് വന്നു. 1925 സന്യാട്സന്റെ മരണത്തെ തുടർന്ന് ചിയാൻ കൈഷക്ക് വന്നു. അദ്ദേഹം ഒരു പട്ടാള ഭരണ രീതിയാണ് ചൈനയിൽ കൊണ്ടുവന്നത്. അതായത് സൈനിക ഏകാധിപത്യ ഭരണമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അദ്ദേഹം അതിനെ തുടർന്ന് വിദേശ ശക്തികളിൽ ചൈനയുടെ പല കാര്യങ്ങളും ഉൾപ്പെടുത്തി. അതായത് വിദേശ ശക്തികളായിരുന്നു ചൈനയിൽ ബാങ്കിങ് കൈകാര്യം ചെയ്തിരുന്നത്, വ്യാപാരം വ്യവസായമൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്, ധനമിടപാടും കാര്യങ്ങളൊക്കെ. അത് ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകൾ തിരിച്ചടിക്കുന്നതിന് ഒരുപാട് കാരണമായി. ഇദ്ദേഹത്തിന്റെ ഭരണ രീതികൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരിടുകയും അവർ അതിനെ എതിർക്കുകയും ചെയ്തു. തുടർന്ന് ഈ ഏകാധിപത്യ ഭരണം നടത്തിയിരുന്ന ചിയാൻ കൈഷക്കിന്റെ സൈന്യം ഇവരെ നിഷ്ഠൂരം മർദ്ദിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് വന്ന ഒരു സംഭവം, അപ്പം ഇയാൾ വന്നതിന് ശേഷം വന്നതാണ് വിദേശ ശക്തിയുടെ ആവിർഭാവം എവിടെ? ചൈനയിൽ. അപ്പം ആ സമയത്താണ് ചെമ്പട എന്ന് പറയുന്ന സൈന്യത്തിന് നേതൃത്വം നൽകി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്ന് അതിന്റെ നേതാവായിട്ട് വന്ന ഒരാളുണ്ട്. അദ്ദേഹമാണ് മാവോ സേതുങ്. ചെമ്പടയുമായിട്ട് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ടീമാണ് ചെമ്പട. ചുവപ്പ് സേന എന്ന് പറയും. ചുവപ്പ് സേന, ചെമ്പട എന്ന് വിളിച്ചാൽ ഞാൻ കറക്റ്റ്. ചെമ്പട അല്ല, ചുവപ്പ് സേന എന്ന് വിളിച്ചത്. ചെമ്പട ഗാരിബാൾഡിയാണ് കേട്ടാ, പഠിച്ചോണേ. ചുവപ്പ് സേനയാണ്. ചെമ്പട ഗാരിബാൾഡിയാണ് കേട്ടാ. ചുവപ്പ് സേനയാണ് കറക്റ്റ്. മാവോ സേതുങ്ങിന്റെ കമ്മ്യൂണിസ്റ്റ് പട്ടാളം, അതായത് ചുവപ്പ് സേന വന്നതിന് ശേഷം അവിടുന്ന് അവരെ അടിച്ചമർത്തി. ഈ ചെമ്പട കാലിപ്പ് ടീമാണ്. അവന്മാർ വന്ന് ഈ ചിയാൻ കൈഷക്കിന്റെ സൈന്യമൊക്കെ സൈനിക മാറി നില്ല എന്ന് അറിഞ്ഞ് എച്ചിലാക്കി. അവന്മാർ പിന്നെ നേരെ അയാള് തായ്വാനിലേക്ക് അഭയം പ്രാപിച്ചു. ഈ തായ്വാൻ എന്ന് പറയുന്നത് ജപ്പാന്റെ കോളനിയായിരുന്നു. അത് ജപ്പാൻ 2-3 സമ്മേളനങ്ങളുടെ പ്രഖ്യാപനവും പ്രശ്നങ്ങളും കാരണം ചൈനയ്ക്ക് വിട്ടുകൊടുത്ത കോളനിയാണത് തായ്വാൻ. അപ്പൊ ഈ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചിയാൻ കൈഷക്ക് പറഞ്ഞ ഒരു ഫേമസ് കോട്സ് ഉണ്ട്. അതാണ് ഏകീകൃത സ്വഭാവത്തിനുള്ള ശീലങ്ങളും ജന്മവാസനയും ജനങ്ങൾ വളർത്തിയെടുക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് ചിയാൻ കൈഷക്കാണ്. ആരാണ്? ഏകീകൃത സ്വഭാവത്തിനായുള്ള ശീലങ്ങളും ജന്മവാസനയും ജനങ്ങൾ വളർത്തിയെടുക്കണം എന്ന് പറഞ്ഞത് ചിയാൻ കൈഷക്കാണ്. പ്രത്യേകത, ചിയാൻ കൈഷക്കിൽ പറഞ്ഞ ആ വാക്കിന്റെ അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചോ? വളർത്തുക. അത് നമ്മൾ ഇംഗ്ലീഷിൽ കണക്ട് ചെയ്ത് പഠിക്കും. എന്താണ് വളർത്തുക? വളർത്തണം എന്ന് പറയുന്നതിന് ഒരു ഫ്രേസൽ വെർബ് ഉണ്ട്. അതാണ് ബ്രോട്ടപ്പ് അല്ലെങ്കിൽ ബ്രിങ് അപ്പ്. വളർത്തി പരിപാലിക്കുക എന്ന് പറയുന്നത് ബ്രോട്ടപ്പ് അല്ലെങ്കിൽ ബ്രിങ് അപ്പ് ആണ്. ഫ്രേസൽ വെർബ് ചോദിക്കും. എങ്ങനെയായിരിക്കും അത് ചോദ്യം വരുന്നത്? മുത്തച്ഛൻ കുട്ടിയെ എന്ത് ചെയ്യുന്നു? ഡാഷ്. ആ ഒരു സെന്റൻസ് വന്നിട്ട് ഡാഷ് ഇട്ടിട്ട് 4 ഫ്രേസൽ വെർബ് വരും. അതിൽ ബ്രോട്ടപ്പ്, വളർത്തിയെടുക്കുക എന്നൊരു പരിപാലിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രോട്ടപ്പ് ആണ് ഉത്തരം വരുന്നത്. ഇനി ലുക്ക് ഫോർവേഡ് ഉണ്ട്. ഈ ബ്രോട്ടപ്പിന്റെ സ്ഥാനത്ത് ലുക്ക് ഫോർവേഡ്, ലുക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബാണ് തരണമെങ്കിൽ ലുക്ക് ഫോർവേഡ് എഴുതുക. അതും പരിപാലിച്ച് കൊണ്ടുവരിക, കെയർ ചെയ്ത് കൊണ്ടുവരിക എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. ടീച്ചർ കുട്ടികളെ കെയർ ചെയ്യുന്നു, അപ്പൊ ലുക്ക് ഫോർവേഡ് ആണ് അവിടെ വരുന്ന ഫ്രേസൽ വെർബ്. ഈ വളർത്തണം, ഇങ്ങനെ പല ഐറ്റങ്ങളും ഒരേ സമയം കണക്ട് ചെയ്ത് പോകണം. അങ്ങനെ നമ്മൾ പഠിച്ചു വരുന്നത് ഇതിൽ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ 0% നമ്മളിങ്ങനെ ഉയർന്നു വരും. അങ്ങനെയാണ് അതിന്റെ യഥാർത്ഥ കിട്ടിയ രീതി. ഇതാണ്.
ഇനി മാവോ സേത്തുങ് മൂന്നാമത്തെ ആൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു. മാവോ സേത്തുങ് വന്നപ്പോഴത്തേക്കാണ് ആരോടിയത്? ചിയാങ് കൈഷക്ക് വലിഞ്ഞത് തായ്വാനിലോട്ട്. അപ്പൊ മാവോ സേത്തുങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ സാംസ്കാരിക വിപ്ലവം നയിച്ചത് അദ്ദേഹമാണ്. 66 എന്നാണ് സാംസ്കാരിക വിപ്ലവത്തിന്റെ വർഷം നമ്മൾ പഠിക്കുന്നത്. പക്ഷേ NCERT ടെക്സ്റ്റ് ബുക്കിൽ 65 കൊടുത്തിട്ടുണ്ട്. 1965 ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അതേ എഴുതാവൂ. 1965 സ്കൂൾ ടെസ്റ്റിലെ ഉത്തരം. അപ്പൊ 1965 സാംസ്കാരിക വിപ്ലവം നടത്തിയത് ആരാണ്? അത് മാവോ സേത്തുങ്. ഇനി മഹത്തായ കുതിച്ചുചാട്ടം എന്ന മൂവ്മെന്റ് നടത്തിയത് 1958 അതെന്ന് വെച്ചാൽ വ്യാവസായികവൽക്കരണത്തെ കുറിച്ചാണ്. ചൈനയിൽ വ്യവസായം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മഹത്തായ കുതിച്ചുചാട്ടം എന്ന സംരംഭം ആരംഭിച്ചത് 1958 ആരാണ്? മാവോ സേത്തുങ് ആണ്. 58നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരെണ്ണം സമരം നടന്നത് 58, 57 എന്നും പറയുന്നുണ്ട്. 58 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എഴുതാം. ഓക്കെ, അടുത്ത വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് അഭിപ്രായപ്പെട്ടത് ആ ഒരു പ്രശസ്തമായ മുദ്രാവാക്യം കോട്സ് ആരുടെയാണ്, ഉദ്ധരണി ആരുടെയെന്ന് ചോദിച്ചാൽ മാവോ സേത്തുങ്ങിന്റെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇനി അടുത്ത ഒരു ആളെ നമ്മൾ പഠിക്കുന്നത് ഇയാൾക്ക് ശേഷം വന്ന വ്യക്തി ആര്? അതാണ് ദാ ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഇന്നേ വരെ PSC ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കും. സിയാവോ പിങ്, ഡെങ് സിയാവോ പിങ് എന്നാണ് ഫുൾ നെയിം. അദ്ദേഹത്തിന്റെ പ്രശസ്തി, അയാൾ ഒരു സാമ്പത്തിക വിദഗ്ധനും കൂടെയൊക്കെയാണ്. കുറെ സാമ്പത്തിക ആശയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ മാവോ സേത്തുങ്ങിന് ശേഷം ചൈനയുടെ ഭരണാധികാരി ആയിരുന്നു വെച്ചാൽ സിയാവോ പിങ് ആണ്. സിയാവോ പിങ്, ഡെങ് സിയാവോ പിങ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഡെങ്കിസം എന്ന സാമ്പത്തിക ആശയം അദ്ദേഹത്തിന്റെയാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ആശയമാണ് ഒരു രാജ്യം രണ്ട് സംവിധാനം, ഒരു രാജ്യം രണ്ട് സംവിധാനം. ഇനി ഇയാളെ കുറിച്ച് നിങ്ങൾ വിക്കിപീഡിയ തെരഞ്ഞ് പഠിച്ചു പോകേണ്ട ആവശ്യമില്ല, കാരണം ഇങ്ങനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. ഇതിൽ നിന്ന് വരുന്ന ഒരു അപ്ഡേറ്റഡ് പോയിന്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. ഇതിന്റെ കാലഗണനാ ക്രമത്തിലാക്കാൻ പറഞ്ഞ് ചോദിക്കാം. പിന്നെ അയാളെ കുറിച്ച് ഈ മാവോ സേത്തുങ്ങിന് ശേഷം വന്ന ഭരണാധികാരി ആരെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഡെങ്കിസം ആരംഭിച്ച ആരെന്ന് ചോദിക്കാം. സിയാവോ പിങ്, ഡെങ് സിയാവോ പിങ് എന്നാണ് ഫുൾ നെയിം. ഒരു രാജ്യം രണ്ട് സംവിധാനം ആവിഷ്കരിച്ച ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിയാവോ പിങ് ആണ്. ഇതാണ് ഇതിന്റെ പരിപാടി, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ചോദ്യം നോക്കാം. മാംഗനീസ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനം നിൽക്കുന്ന സംസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കാരണം കറക്റ്റ് ആൻസർ ഓപ്ഷനിൽ ഇല്ലായിരുന്നു. പഴയ ആൻസർ ഇതിൽ കൊടുത്തിരുന്നു. അപ്പൊ ഇതിന് മാംഗനീസ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനം നിൽക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഉത്തരം മധ്യപ്രദേശാണ്. മധ്യപ്രദേശാണ് ഉത്തരം. ഒരു ഡൗട്ട് വരേണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ചോദ്യം വന്നപ്പോഴത്തേക്കാണ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഈ പരീക്ഷയിലെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയത്. അപ്പം അതിന്റെ ഈ ക്വസ്റ്റ്യൻ നമ്പർ കൂടെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. 7ാമത്തെ ചോദ്യമായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ആണ് ഡിലീറ്റ് ചെയ്തത്. ഓക്കെ, ശരി, നമുക്ക് പഠിക്കാം. അപ്പൊ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മധ്യപ്രദേശ് ആയിരുന്നു. മാംഗനീസ് ഉൽപാദനത്തിൽ ഇത് പുതിയ അപ്ഡേറ്റഡ് പോയിന്റ് ആണ്. മാംഗനീസ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മധ്യപ്രദേശാണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. 3ാം സ്ഥാനം ഒഡീഷയാണ്. ഞാൻ ഇവിടെ ഈ ഒഡീഷ വരെയുള്ള കാര്യങ്ങൾ പറയാൻ കാര്യം ഒഡീഷ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ മാംഗനീസ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും നടുക്ക് കിടക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയിൽ പഴയ ഏറ്റവും ഉത്തർപ്രദേശ് വരുന്നതിന് മുമ്പ് ഉത്തർപ്രദേശ് ഏറ്റവും വലിയ ജനസംഖ്യയും ഏറ്റവും വലിയ ജനസംഖ്യ കൂടിയ സംസ്ഥാനമാവുന്നതിന് മുമ്പ് നമ്മുടെ മധ്യപ്രദേശ് വളരെ വലുതായിരുന്നു. കോട്ടെ, മധ്യപ്രദേശിൽ ഒരുപാട് കാടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ മധ്യപ്രദേശിൽ ഖനനങ്ങൾ കൂടുതലാവുന്നത്. അതുകൊണ്ട് മാംഗനീസിന്റെ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് മധ്യപ്രദേശാണ് എന്ന് പഠിച്ചോളാം. 2ാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. 3ാം സ്ഥാനം ഒഡീഷയാണ്. ഓക്കെ, ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് ഈ പറയുന്ന മാംഗനീസ്. മാംഗനീസ് ആണ് ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു. 1 ടൺ ഉരുക്ക് അല്ലെങ്കിൽ സ്റ്റീൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി 10 കിലോ മാംഗനീസ് വേണം. ഇന്ത്യയിലെ വ്യവസായം എന്ന് പറയുന്ന ജിയോഗ്രഫിയിലെ സെക്ഷൻ ആണ് ഇത്, പഠിക്കണം. അതാരും പഠിക്കില്ല, കളഞ്ഞിട്ടേക്കുന്ന ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BYQ ആണ്, റീസെന്റ് BYQ 24 ക്വസ്റ്റ്യൻ ആണ്. 1 ടൺ ഉരുക്ക് സ്റ്റീൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതിൽ 10 കിലോ എന്ത് ചേർക്കണം? മാംഗനീസ് ചേർക്കണം. ചോദിക്കാം, അപ്ഡേറ്റ് ആണ്. അപ്പൊ ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് മാംഗനീസ്. മാംഗനീസ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശ്, സെക്കൻഡ് മഹാരാഷ്ട്ര, തേർഡ് ഏതെന്ന് ചോദിച്ചാൽ ഒഡീഷയാണ്. ഓക്കെ, ഇത് പ്രധാനമായിട്ട് ഈ മാംഗനീസ് വെച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളൊന്നും പഠിച്ചിരിക്കുക. സ്റ്റീല്, ബ്ലീച്ചിങ് പൗഡർ, പെയിന്റ്, കീടനാശിനി, ഫെറോ മാംഗനീസ് അലോയ്സ്. റിമാർക്കബിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകാത്ത ഘടകം ഏതെന്ന്. പണരഹിത സമ്പദ് വ്യവസ്ഥയ്ക്ക് കാരണം ആകാത്ത ഘടകം.
പണരഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം നമ്മൾ ഡയറക്റ്റ് കൊടുക്കാത്ത സെറ്റപ്പാണ് അല്ലെ. പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകാത്ത ഘടകം എക്കണോമിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. നേരിട്ടുള്ള ആനുകൂല്യം, അതിനെ DBT എന്ന് പറയും. നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം DBT, അതേപോലെ ബാങ്കുകളുടെ ലയനം, നെറ്റ് ബാങ്കിങ്, ജൻധൻ അക്കൗണ്ടുകൾ. ഇതിൽ ഏതാണ് ഇതിന് കാരണമാകാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ. അടുത്തത് അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യന്റെ ഉത്തരമാണ് പറയുന്നത്. അപ്പൊ പണം രഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകാത്ത ഘടകം ഏതാണ് ഉത്തരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പണരഹിത സമ്പദ്ഘടനയാണ്, പണമായിട്ടുള്ള വിനിമയങ്ങൾ വരാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്ന പൈസ കൊടുക്കുന്ന രീതിയാണ്, അത് വരൂല. ബാങ്കുകളുടെ ലയനമാണ് ശരി ഉത്തരം. അതായത് പണരഹിത, ബാങ്കുകൾ തമ്മിൽ ലയിച്ചു കഴിഞ്ഞാൽ പണരഹിത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. പണമായിട്ട് ഉള്ള പണരഹിത സമ്പദ് വ്യവസ്ഥ, അതായത് ഓൺലൈൻ ട്രാൻസാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്, അതിനൊക്കെ കാരണമാകാത്ത ഒരു ഇതിലെ ഒറ്റയാണ് ഏത് എന്നാണ് സത്യം പറഞ്ഞ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നേരിട്ടുള്ള ആനുകൂല്യം, നെറ്റ് ബാങ്കിങ്, ജൻധൻ അക്കൗണ്ട്. ഇതിൽ ബാങ്കുകളുടെ ലയനമാണ് പണരഹിത സമ്പദ് വ്യവസ്ഥയ്ക്ക് കാരണമാകാത്ത ഘടകം. പണരഹിത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ബാങ്ക് ഇടപാടുകൾ പണം നേരിട്ടുള്ള കൈമാറ്റം വരാത്ത രീതികളാണ്, നെറ്റ് പരമായ കാര്യങ്ങളാണ് അല്ലെ. അത് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം, അതിൽ നമ്മൾ പണം എന്താണ് വന്നുകൊണ്ടിരിക്കുകയാണ്, പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നെറ്റ് ബാങ്കിങ്ങിൽ നമ്മൾ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജൻധൻ അക്കൗണ്ട് എടുക്കുമ്പോഴത്തേക്ക് അതിൽ പണ കൈമാറ്റം നടക്കുകയാണ്. പക്ഷെ ബാങ്കുകളുടെ ലയനം എന്ന് പറയുന്നതിൽ ഇത് വരൂല. കാരണം എന്താണ് ബാങ്കുകളുടെ ലയനം എന്ന് പറഞ്ഞാൽ, രണ്ട് ബാങ്ക് ഇപ്പൊ ഞങ്ങൾക്കറിയാം കാനറ, സിൻഡിക്കേറ്റ് ബാങ്ക്, അങ്ങനെ രണ്ട് ബാങ്ക് ഉദാഹരണത്തിന് പറയുന്നത്, രണ്ടും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും. കാരണം രണ്ട് പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്ന പോലെയാണ് ഈ പരിപാടി. രണ്ട് പഠിക്കുന്ന കുട്ടികൾ കമ്പൈൻ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഒരുത്തന്റെ കുറവ് മറ്റൊരുത്തന് അറിയാൻ പറ്റും, മറ്റൊരുത്തന്റെ കുറവ് ഇപ്പുറത്തുള്ളവനെ അറിയാൻ പറ്റും. അപ്പൊ രണ്ടുപേരും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുത്തൻ ഇതിലായിരിക്കും വീക്ക്, ഒരുത്തൻ ഇതിലായിരിക്കും ഹൈ, അത് തമ്മിൽ മേക്കപ്പ് ചെയ്ത് പോകും. രണ്ടുപേരും തമ്മിൽ മത്സര ബുദ്ധിയോടുകൂടി പഠിക്കും. വളരെ ഉപയോഗം ചെയ്യുന്ന പരിപാടിയാണ്. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ഒരു ട്രിക്കോടെ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ നമ്മളെക്കാൾ ഡൗൺ ആയിട്ടുള്ള ഒരാളോട് ഇരുന്ന് പഠിക്കരുത്. അവന് നേരിട്ട് പറയാൻ പറ്റൂല കാര്യം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോ അവന്റെ മുമ്പ് കിങ് ആയിരിക്കും, പക്ഷെ ടോപ്പേഴ്സിന്റെ മുമ്പ് നമ്മളെപ്പോഴും താഴെയായിരിക്കും. ഇനി നിങ്ങൾ നേരെ ടോപ്പേഴ്സിനോട് ഇരുന്ന് പഠിച്ചു നോക്ക്, കൂടെ പിടിക്കാൻ പറ്റൂല, ഭയങ്കര പാടായിരിക്കും. പക്ഷെ നിങ്ങൾ അതിനു വേണ്ടി ആഴത്തിൽ നല്ല വൃത്തിക്കിരുന്ന് പഠിക്കും. അവസാനം ഒരു ഘട്ടത്തിൽ നമ്മൾ യവന്മാരുടെ എത്തുകയും ചെയ്യും, ഒരു ഘട്ടത്തിൽ യവനെക്കാട്ടിയും മുകളിൽ പോവുകയും ചെയ്യും. അവിടെയാണ് നമ്മളെ വിജയം. ഏത് പരീക്ഷ എഴുതിയെടുക്കാൻ പറ്റും. അങ്ങനെ അത്രയും ഒരു അർപ്പണ ബോധം ഉണ്ടെങ്കിൽ കുറച്ചുകൾ കഷ്ടപ്പെടണം, പക്ഷെ വിജയം വരുമ്പോ ഉണ്ടല്ലോ പുള്ളിക്ക കേട്ടോ. അപ്പം പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകാത്ത ഘടകം ബാങ്കുകളുടെ ലയനമാണ്. അതിന്റെ നേട്ടങ്ങളെ കുറിച്ച് പഠിക്കുക. ബാങ്കുകൾ ലയിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കാണാതെ പഠിക്കണ്ട, ജസ്റ്റ് നിങ്ങളെ മൈൻഡ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പറഞ്ഞുതരാം. ബാങ്കുകളുടെ ലയനത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സ്കൂൾ ടെസ്റ്റ് പോയിന്റ് ആണ്, കാണാതെ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി പഠിച്ച പിന്നെ കാണാതെ പഠിക്കുന്ന ഓപ്ഷനിൽ എഴുതാൻ പറ്റും. കുറഞ്ഞ ചെലവിൽ പ്രയോജനം. ഞാൻ ഒരു കൊച്ചു ബാങ്കാണ്, ഒരു കിടിലം ബാങ്കിൽ പോയി ഞാൻ ജോയിൻ ചെയ്തു. ഇപ്പൊ രണ്ടുപേർക്കും അവർ പറയുന്ന ഡീലിംഗ് വെച്ച് ഈക്വലായിട്ട് പങ്കെടുത്ത് തരികയോ അല്ലെങ്കിൽ 40% 60% പ്രോഫിറ്റിൽ പോവുകയോ ചെയ്യാം. അത് നമ്മൾ തമ്മിലുള്ള കരാറ്. എനിക്ക് അവന്റെ കിടിലം ബാങ്കിലോട്ട് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ എന്താണ് പാർട്ട്ണർ. പുഷ്പ സിനിമയിൽ പറയുന്ന കണക്കാണ് അല്ലു അർജുൻ. എനിക്ക് നിന്റെ കൂലി എന്നുള്ള 5 ലക്ഷം രൂപ, 5 ലക്ഷം വേണ്ട, എനിക്ക് 4% മതി എന്ന് പറയും. 4% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 4 ലക്ഷം ആവണമെന്ന് അല്ലു അർജുന്റെ അടുത്ത് വില്ലൻ പറയും. പക്ഷെ അല്ലു അർജുൻ തിരിച്ചു പോകുമ്പോൾ അവന്റെ കൂട്ടുകാരനോട് പറയും, എന്തിന് 1 ലക്ഷം രൂപ കളഞ്ഞെന്ന് അല്ലു അർജുനോട് ചോദിക്കുമ്പോൾ പറയും, നമ്മള് കൂലിക്കാരനായിട്ട് നിൽക്കുന്നതിന് സമമാണ് 5 ലക്ഷം രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ. അവന് 100 കോടി കിട്ടുമ്പോഴും 5 ലക്ഷം കിട്ടുള്ളൂ, 1000 കോടി കിട്ടുമ്പോഴും 5 ലക്ഷമേ കിട്ടുള്ളൂ. പക്ഷെ പാർട്ട്ണർ ആയി കഴിഞ്ഞാൽ 4% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 100 കോടിക്ക് 4 ലക്ഷം കിട്ടുള്ളെങ്കിൽ 1000 കോടി വരുമ്പം അത് 4 ലക്ഷം 40 ലക്ഷമായിട്ട് മാറും. വ്യത്യാസമുണ്ട്. അതാണ് ആ പരിപാടി. അതായത് കുറഞ്ഞ ചെലവിൽ പ്രയോജനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു ഐഡിയ മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ശരിയാണ് പോയിന്റ്. അടുത്ത ഷെയർ ചെയ്യും. അപകട സാധ്യതകൾ ഷെയർ ചെയ്ത് പോകും. രണ്ടുപേര് ചേർന്ന് ബിസിനസ് നടത്തി കഴിഞ്ഞാൽ ഒരുത്തന് ഒരു നഷ്ടം വന്ന് 1 കോടിയാണെങ്കിൽ രണ്ടുപേരും ഉള്ളത് കൊണ്ട് അവർ തമ്മിലുള്ള ഡീലിംഗ് അനുസരിച്ച് 50% ഞാനും 50% അവനും. ഏത് സിനിമ? നമ്മളെ പണി സിനിമയിൽ നീയും അവനും കൂടെ നിങ്ങൾ 4 പേരും കൂടെ ചേർന്ന് നഷ്ടം വരുത്തി വെച്ചിട്ട് 1 കോടി അവസാനം പൈസ എവ മാത്രം കൊടുക്കണമെന്ന് പറയണം. എന്തിന് 5 കോടി നഷ്ടം വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കൊടുക്കും, അതാണ് ഡീൽ എന്ന് ദേവി പറയൂലേ, അതാണ് പരിപാടി. അതായത് കോടികളുടെ നഷ്ടം വന്നു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് പോകും. അപ്പം അപകട സാധ്യത കുറയും. അതാ ഒരു ഐഡിയ ആണ് ബാങ്കുകളുടെ ലയനം വഴി. അടുത്ത അങ്ങനെ നോർമലി അങ്ങനെ അപകട സാധ്യത വരാൻ സാധ്യതയില്ല. ഓക്കെ. ചില ബാങ്കുകളൊക്കെ പൊളിയണ കേട്ടിട്ടില്ലേ? ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം. ഞാൻ പറഞ്ഞു കാനറ ബാങ്കും
സിൻഡിക്കേറ്റ് ബാങ്കിന് അവരുടേതായ കുറെ രീതികളാണ്, കാനറ ബാങ്കിന് അവരുടേതായ രീതികളാണ്. രണ്ടും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വൈവിധ്യമായ രീതികൾ വരും. കസ്റ്റമേഴ്സിന് കൂടുതൽ ഇൻട്രസ്റ്റ് വരും. ഇന്ന ബാങ്കിൽ വായ്പ ഇന്ന കാര്യത്തിന് എന്താണ് സ്വർണ്ണ വായ്പയ്ക്ക് പലിശ കുറവാണ്, ഇന്ന ഫിക്സഡ് എമൗണ്ട് കൂടുതലാണ്. അപ്പൊ രണ്ട് ബെനിഫിറ്റുകൾ ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് അവിടെ ഇമ്പോർട്ടൻസ് കൂടും. ഓക്കെ, അപ്പം ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം ഈ ബാങ്ക് ലയനത്തിന്റെ ഏറ്റവും വലിയ നേട്ടമാണ്. നിക്ഷേപ വരുമാനം, നിക്ഷേപങ്ങൾ കൂടോടെ, കാരണം രണ്ട് ബാങ്കുകൾ ഒരുമിച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ കസ്റ്റമർ വരുമ്പോഴത്തേക്ക് അവിടെ പൈസ കുന്നുകൂടും. ഈ പൈസ എടുത്ത് 8% ലാഭ നിക്ഷേപ ബോണസായിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ 10% മറ്റൊരുത്തിന് പലിശയ്ക്ക് കൊടുക്കാൻ, ലാഭം 2%. 2% 2 രൂപയല്ലേ ഉള്ളൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 100 രൂപയ്ക്കാണ് 2 രൂപ. ഈ കോടികൾ വന്ന് മറിയുമ്പോൾ 10,000 കോടിയും ലക്ഷം കോടിയൊക്കെ ആവും. അപ്പോഴത്തേക്ക് വരുമാനം കുന്നുകൂടും. ഓക്കെ, അടുത്ത പുതിയ വിപണി മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റും. അതേപോലെ ന്യൂ സാങ്കേതിക വിദ്യ, പുത്തൻ സാങ്കേതിക വിദ്യകളുടെ യൂസേജ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, പല ബാങ്കിനും പല ആപ്പ് ആയിരിക്കും. ചില ബാങ്കിന്റെ ഇപ്പൊ ഉദാഹരണം ഈ ബന്ധൻ ബാങ്ക് എന്ന് പറയുന്ന അക്കൗണ്ട് ആയിരിക്കുന്നുണ്ട്. ബന്ധൻ ബാങ്കിന്റെ ബന്ധൻ എന്ന് പറയുന്ന ആപ്പാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് യൂസ് ചെയ്യാൻ. പക്ഷെ ചില ബാങ്കുകൾ അടിപൊളിയാണ്. ഇപ്പൊ ഗൂഗിൾ പേയിൽ നമുക്ക് പൈസ അയക്കാൻ നല്ല രസമാണ്, അതിന്റെ ഇന്റർഫേസും എല്ലാം രസമാണ്. അപ്പൊ അതേപോലെ ബാങ്കുകളുടെ പുതിയ സാങ്കേതിക വിദ്യകളും പുതിയ വിപണി തന്ത്രങ്ങളും ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഞാൻ ട്രിക്കുകളൊക്കെ പറഞ്ഞുതരാം. ഇനി അടുത്ത ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണെന്ന് പഠിക്കണം. എന്താണ് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം, DBT? അതിനൊരു ഫുൾ ഫോം ഉണ്ട്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഇതാണ് അടുത്ത ട്രിക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ബാങ്കുകളുടെ ലയനം അവിടെ തീർന്ന് വിട്ടിട്ട് പോവുകയാണ് ഈ മൂന്നെണ്ണം നമ്മൾ പഠിക്കണം. അതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം. ഇവിടെ PSC ഓപ്ഷനിൽ തന്നെ DBT എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് DBT? നമ്മൾ പഠിക്കണം. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ്. 2013 ജനുവരി 1 ഈ പദ്ധതി വന്നത്. ക്ഷേമ പദ്ധതികൾ വഴി പണവിനിമയം സുതാര്യമാക്കുക, ജനങ്ങൾക്ക് സഹായകരമായ രീതിയിൽ പണവിനിമയം നടത്തുക. നിങ്ങൾക്ക് അതിനെ അറിയാം, ചില ബാങ്കുകളിൽ പോയാൽ നമുക്ക് പൈസ എടുക്കാൻ പറ്റില്ല, ഒരുപാട് തിരക്കായിരിക്കും. അപ്പൊ അവിടെ വരുത്തേണ്ട മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ, ക്ഷേമ പദ്ധതികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. ഒരുപാട് ടാക്സുകൾ ജനങ്ങളെ ഈടാക്കാതിരിക്കുക. ഒരുപാട് ട്രാൻസാക്ഷൻ നടത്തുന്നവർക്ക് ATM ചാർജ്, ഈ ചാർജ് എന്ന് പറഞ്ഞ് പിടിക്കുക. അതൊക്കെ ഒന്ന് കുറയ്ക്കുക. അതൊക്കെ ജനങ്ങൾക്ക് ബാങ്ക് ഇടപാടുകൾ നല്ല സുതാര്യമാക്കി മാറ്റുക. അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി 2013 ജനുവരി 1 കൊണ്ടുവന്ന ക്ഷേമ പദ്ധതി സ്കീമാണ് ഈ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയും. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് കാര്യം കാണുമ്പോൾ തന്നെ മനസ്സിൽ ഓർമ്മ വരും. അടുത്ത നെറ്റ് ബാങ്കിങ്. നിങ്ങൾക്ക് അറിയാം, വീട്ടിൽ ഇരുന്ന് തന്നെ പരിപാടി ചെയ്യുന്ന സെറ്റപ്പാണ്. എന്താണ് നെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, UPI സംവിധാനം, അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട്, പിന്നെ മറ്റൊന്നൊക്കെ ഉണ്ട്. ഭാരതത്തിന്റെ നമ്മുടെ സർക്കാരിന്റെ ഭീം ആപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്. പിന്നെ UPI നമുക്കറിയാം, ഓരോ രഹസ്യമായ കോഡുകളൊക്കെ ഉണ്ട്, അല്ലെ? അത് പൈസ പടപടാ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാം. പിന്നെ ആധാർ പരമായ പേയ്മെന്റ് സംവിധാനമുണ്ട്. അതേപോലെ ഭാരത് QR, ഇതൊന്ന് പഠിച്ചോണേ. ഭാരത് QR, അതേപോലെ മൊബൈൽ വാലറ്റിൽ പൈസ കാണും, അല്ലെ? നമ്മളെ അക്കൗണ്ടിൽ നിന്ന് വാലറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കിടക്കും. വാലറ്റ് വഴി നമുക്ക് പൈസ കൈമാറ്റം ചെയ്യാൻ പറ്റും. ഇപ്പൊ രാത്രി 1 മണിക്ക് നിങ്ങൾക്ക് പൈസയ്ക്ക് അത്യാവശ്യം, ബാങ്ക് അവധിയുള്ള ദിവസം പൈസയ്ക്ക് അത്യാവശ്യം, നിങ്ങൾ പോകണ്ട, റെസിപ്റ്റ് എഴുതണ്ട, കൊടുക്കണ്ട, പൈസ ഇടുകയും ചെയ്യാം, എടുക്കുകയും ചെയ്യാം. ഇനി ലോൺ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുതുക്കി എടുക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. 2 കുത്തിയാൽ പൈസ അപ്പം 20 ലക്ഷം വരെ അക്കൗണ്ടിൽ കയറുന്ന പരിപാടികളുണ്ട്, അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഈ നെറ്റ് ബാങ്കിങ് സംവിധാനം. വീട്ടിൽ ഇരുന്നുകൊണ്ട് ബാങ്ക് ഇടപാടുകൾ ചെയ്യാൻ പറ്റുന്ന സംവിധാനം, അവധി ദിവസവും ചെയ്യാൻ പറ്റും. ജൻധൻ അക്കൗണ്ട് വർഷം ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചോദിച്ചിട്ടുള്ള PYQ ആണ്. ഇത് അല്ലാതെ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. 2014 ഓഗസ്റ്റ് 28. 2014 ഓഗസ്റ്റ് 28. 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്നതാണ് ഈ ജൻധൻ അക്കൗണ്ടുകൾ. ജൻധൻ അക്കൗണ്ടുകൾ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് വേണം. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തൊരു പയ്യന്മാരെ ആൾക്കാരൊക്കെ കാണും. അവർക്ക് പൈസ ഒരാളെ വാങ്ങാൻ പറ്റൂല, അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് തൊഴിലാളികളെ നിങ്ങൾ കണ്ടു കാണും. അവർക്ക് ഗൂഗിൾ പേയോ അക്കൗണ്ടോ ഒന്നും കാണത്തില്ല. അപ്പൊ അവർ വരുമാനം വാങ്ങിച്ചിട്ട് വീട്ടിൽ പൈസ അയച്ചു കൊടുക്കണം. വീട് വളരെ ദൂരെയായിരിക്കും. അപ്പൊ 7,000 രൂപ ഇന്ന വീട്ടിൽ ഇപ്പൊ ഇട്ട് കൊടുക്കണം, പറ്റൂല, നാളെ പറ്റുള്ളൂ, നാളെയും പറ്റൂല, അല്ലെങ്കിൽ മറ്റൊന്നേ പറ്റുള്ളൂ. അപ്പൊ അവരെന്ത് ചെയ്യും? 7,000 രൂപ ഒരാളെ കൊടുത്തിട്ട് 6,500 ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കും. 500 രൂപ കൊടുക്കണോണ്ട് കമ്മീഷൻ. ഇങ്ങനെയുള്ള ഇതര കച്ചവടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മോദിജി കൊണ്ടുവന്ന നല്ലൊരു പരിപാടിയാണ് ജൻധൻ അക്കൗണ്ട്. എല്ലാ ജനങ്ങൾക്കും അക്കൗണ്ട് എടുക്കുക, അവരുടെ ധനമിടപാടുകൾ വർദ്ധിപ്പിക്കുക, അതിലൂടെ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ജൻധൻ അക്കൗണ്ട്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അക്കൗണ്ട്. ആ പരിപാടിയാണ് ഇത്. 2014 ഓഗസ്റ്റ് 28. അടുത്ത ചോദ്യം നോക്കാം. ഇങ്ങനെ പഠിച്ചു പോയാൽ മതി. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത മേഖലയിൽ നിന്നുള്ള അടുത്ത ചോദ്യം കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ മാത്രം കണ്ടു കഴിഞ്ഞാൽ, ഇതൊന്നും കാണാതെ ഈ ക്വസ്റ്റ്യൻ മാത്രം കണ്ടു കഴിഞ്ഞാൽ എവിടെ നിന്ന് ചോദിച്ചാൽ എന്താണ് സംഭവം എന്ന് പോലും ആർക്കും അറിയത്തില്ല. IUPAC സ്ഥാപിച്ച വർഷം എന്താണ്? IUPAC? ഇത് കെമിസ്ട്രിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. മൂലകങ്ങൾക്ക് നാമകരണം ചെയ്യുന്ന സംഘടനയാണ്, അന്താരാഷ്ട്ര സംഘടനയാണ് ഈ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്ന സ്ഥാപനം.
ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു, എന്തുകൊണ്ട് ഇത് സ്ഥാപിച്ച വർഷം ചോദിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2017 പരീക്ഷയ്ക്ക് ചോദിച്ചതിന്റെ അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. IUPAC നാമകരണം ചെയ്ത മൂലകങ്ങളുടെ പേര് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പഴയ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ചോദിക്കുന്നത്. അപ്ലൈഡ് കെമിസ്ട്രി അപ്ലൈ ചെയ്ത കാര്യങ്ങൾ വരുന്നു, അതിന്റെ കുറച്ച് അഡ്വാൻസ് ലെവൽ വരുന്നു. നമ്മൾ പഴയ ക്വസ്റ്റ്യൻസ് തൊട്ട് റീസെന്റ് PYQ വരെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. അതാണ് ഇതിൽ ഏറ്റവും വലിയ പരിപാടി, വേറൊന്നുമല്ല. ഇത് ഞാൻ പറഞ്ഞില്ല, തുടക്കക്കാരനും ഈ പരിപാടി ചെയ്യാം. അപ്പൊ അവൻ എന്താണ്, അവന്റെ റേഞ്ച് കൂടും. പഠിച്ചു തീർന്നവന് ഇത് മാത്രം, റീസെന്റ് PYQ മാത്രം അതിന്റെ ഇൻസ്ട്രക്ഷൻ പഠിച്ചുകൊണ്ടിരുന്നാൽ മതി, അല്ലാതെ ഒന്നേന്നിരുന്ന് പിന്നെ ബുക്ക് വായിക്കണ്ട. ഓക്കെ, പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്യുക. പരീക്ഷ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കണ്ടന്റ് അറിയണം. കഥയില്ലാതെ ആട്ടം കണ്ടിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ കഥ നമുക്ക് അറിഞ്ഞിരിക്കണം, എങ്കിലേ ആട്ടം കണ്ടാൽ നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, IUPAC സ്ഥാപിച്ച ഇയർ ചോദിച്ചാൽ 1919. ജാലിയൻ വാലാബാഗ് നടന്ന വർഷം 1919. റൗലറ്റ് ആക്ട് 1919. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയ ഒരുപാട് വർഷങ്ങളുള്ള വർഷമാണ്. IUPAC ഫുൾ നെയിം പഠിച്ചിരിക്കണം, ചിലപ്പോൾ ചോദിക്കാം. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി 1919. ഇതിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞത് സൂറിച്ച് ആണ്. സൂറിച്ച് എവിടെയെന്ന് വെച്ചാൽ സ്വിറ്റ്സർലൻഡിലാണ് സൂറിച്ച്. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിലാണ് IUPAC സംഘടന സ്ഥാപിച്ചത്. ഇനി ഇതിന്റെ സെക്രട്ടേറിയറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ റിസർച്ച് ട്രയാങ്കിൾ പാർക്ക്. എങ്ങനെയൊക്കെ എഴുതുന്ന റിസർച്ച് ട്രയാങ്കിൾ അങ്ങനെ കൊടുത്താൽ മതി, ചുമ്മാ എഴുതി സമയങ്ങൾ. റിസർച്ച് സമയലാഭം, അത് വലിയൊരു ടെക്നിക്കാണ്. റിസർച്ച് ട്രയാങ്കിൾ പാർക്ക്. ഇപ്പൊ തന്നെ നമ്മളിപ്പോ ഏതൊക്കെ മേഖലകൾ പഠിച്ചു നിങ്ങൾ ആലോചിക്കണം. ഇങ്ങനെ ഒരു ദിവസം പല മേഖലകൾ പഠിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ബോറടി വരത്തില്ല. ഒരുപാട് കണ്ടന്റ് പഠിച്ചു തീർക്കാം, ഗ്രാസ്പിംഗ് പവർ കൂടും, ഒരുപാട് ടെക്നിക്സ് ഉണ്ട് ഇതിൽ. റിസർച്ച് റെക്ടാങ്കുലർ ട്രയാങ്കിൾ പാർക്ക്. എനിക്കിപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് വേറെ മെത്തേഡൊന്നും ഇല്ല. എന്തിനും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളില്ല. ഒരുപാട് പേര് ഇതിൽ ഇത് ചെയ്യുന്നത്, സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ജോലിക്ക് വേണ്ടിയിട്ട്. അവർ പഠിച്ച് എത്ര പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് അറിയാമോ, നമ്മൾ അഡ്മിനൊക്കെ. അപ്പൊ അത് കേൾക്കുമ്പോൾ വിഷമം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. നമ്മൾ കറക്റ്റ് മെത്തേഡിൽ പോയാലേ നമുക്കത് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടൊക്കെ ചെയ്യും, ഒരുപാട് സമയം നഷ്ടമെടുക്കും. അപ്പൊ അത് കുറെ പേര് മടുത്ത് പിൻവാങ്ങും. നമ്മൾ ഇത്രയും പഠിച്ചിട്ട് വാതിൽ വരെ മുട്ടിയിട്ട് അകത്ത് കയറി സീറ്റ് ഇരിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ് ലിസ്റ്റുകളിൽ വരുന്നത്, ജോലി കിട്ടാത്ത അവസ്ഥ. അങ്ങനെ വരരുത്, നമ്മൾ ടോപ്പിൽ വരണം. നിങ്ങൾ ഒരു കൂലിത്തൊഴിൽക്കാരനായാൽ പോലും നിങ്ങൾക്ക് പഠിച്ച് കയറി വരാനുള്ള സാധ്യതകളുണ്ട്. എക്സാമ്പിൾസ് ഒരുപാട് ഞാൻ നമ്മുടെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടല്ലോ. +2 ഫെയിലായ പയ്യന്മാർ ഇപ്പോൾ റിസർച്ച് വാച്ചർ ആയവരുണ്ട്, എത്ര പേരുണ്ട്. നമ്മൾ വന്ന ഡ്രൈവർ പരീക്ഷയ്ക്ക് നല്ല റാങ്ക് വാങ്ങിച്ച എത്ര പയ്യന്മാരുണ്ട്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഒന്നും മാർക്കില്ല. ഓക്കെ, KP ഞാൻ നമ്മളെ ഷോർട്സിൽ കിടപ്പുണ്ടല്ലോ, 2ാം റാങ്ക് KP5 പയ്യന് 2ാം റാങ്ക് മെസ്സേജ് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അയച്ച മെസ്സേജ്. എക്സൈസിൽ 59ാം റാങ്ക് ആയിരുന്നു കഴിഞ്ഞ 19 ലിസ്റ്റിൽ. കിട്ടിയില്ല, നിയമനം കിട്ടിയില്ല. ഇപ്പൊ അതാ മാർക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റാങ്ക് ആണ് മാർക്ക് വൈസിൽ. അതായത് NCC സ്പോർട്സ് മാർക്കൊന്നും കൂട്ടാത്ത മാർക്ക് വെച്ച് സെക്കൻഡ് റാങ്കാണ് വന്നത്. ഫസ്റ്റ് റാങ്കുകാരന് എക്സ്ട്രാ ബെനിഫിറ്റ്സ് വെച്ചാണ് ഫസ്റ്റ് റാങ്ക് അടിച്ചത്. അപ്പൊ മാർക്ക് വൈസ് ആണെങ്കിൽ 1ാം റാങ്കാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ. ഓക്കെ, അടുത്ത റിസർച്ച്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന്റെ സെക്രട്ടറി സ്ഥിതി ചെയ്യുന്ന റിസർച്ച് ട്രയാങ്കിൾ പാർക്കിലാണ്, USA റിസർച്ച് ട്രയാങ്കിൾ പാർക്ക് വരുന്നത്. അതിന്റെ കറക്റ്റ് സ്ഥലം USA നോർത്ത് കരോലിനയിലാണ്. IUPAC നാമകരണം ചെയ്ത മൂലകങ്ങൾ പഠിക്കണം. ഒന്ന് നിഹോണിയം, അറ്റോമിക് നമ്പർ 113 നിഹോണിയം. അടുത്ത മോസ്കോവിയം, അറ്റോമിക് നമ്പർ 115 മോസ്കോവിയം. MC എന്ന് അത് സൂചിപ്പിക്കും, പ്രതീകം നിഹോണിയത്തിന്റെ NH. ടെനിസന്റെ ആണെങ്കിൽ TS 117. ഓർഗനസോണിന്റെ ആണെങ്കിൽ OG ആണ് ഒറിജിനൽ ഗാങ്സ്റ്റർ അല്ലെ. ഓർഗനസോൺ ആണെങ്കിൽ OG ആണ് 118 ഒറിജിനൽ ഗാങ്സ്റ്റർ. ഓക്കെ, അത് ഞാൻ ചുമ്മാ പറഞ്ഞത്, OG എന്ന് പറയൂലേ നമ്മൾ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതുപോലെ സീരീസ് നമ്മൾ തുറന്നുകൊണ്ടേയിരിക്കും. ബി കൂൾ. ചോദ്യം പിടിച്ചോ. 4, 196, 16, 144, 36, 100. അടുത്ത ശ്രേണിയിലെ അടുത്ത നമ്പർ ഏത്? 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ കണ്ടുപിടിക്കാം. അതായത് നോക്കണേ, ഇതാ ഇവിടെ വലുത് അല്ല 4 കഴിഞ്ഞ് അതിനെക്കാട്ടി വലുത്, പിന്നെ ചെറുത്, പിന്നെ വലുത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല, ഇത് ഓഡ് സീരീസ് ആണ്. ഇതിന്റെ അടുത്ത സാധനം ഇതാണ്. ഇതിന്റെ അടുത്ത സാധനം ഇതാണ്. ഇതിന്റെ അടുത്ത സാധനമാണ് ഇവിടെ വരുന്നത്. 196ന്റെ അടുത്ത സാധനമാണ് ഇത്. ഇതിന്റെ അടുത്ത സാധനം ഇത്. അതിന്റെ അടുത്ത സാധനമാണ് അടുത്ത വരുന്നത്. ഇതാണ് അതിലെ പരിപാടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. എടേ 4ന് 16 ആയെന്ന് വെച്ചാൽ 4നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16 ആവും. 16ന് 36 ആവുന്ന 16നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16 ആവും. 16ന് 36 ആവുന്ന 16നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16 ആവും. 16ന് 36 ആവുന്ന 16നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16 ആവും. 16ന് 36 ആവുന്ന 16നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16 ആവും. 16ന് 36 ആവുന്ന 16നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16 ആവും. 16ന് 36 ആവുന്ന 16നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16 ആവും. 16ന് 36 ആവുന്ന 16നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16 ആവും. 16ന് 36 ആവുന്ന 16നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16 ആവും. 16ന് 36 ആവുന്ന 16നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16 ആവും. 16ന് 36 ആവുന്ന 16നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16 ആവും. 16ന് 36 ആവുന്ന 16നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16 ആവും. 16ന് 36 ആവുന്ന 16നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16 ആവും. 16ന് 36 ആവുന്ന 16
16ന് 36 അല്ലേ? അത് കിട്ടൂല. 16ന് 36 തന്നെ. ക്വസ്റ്റ്യൻ തെറ്റിയില്ല. 16ന് 36. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ പോലും നോക്കാതെ ഞാൻ ചെയ്ത് നോക്കിയാണ് കിട്ടോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരാളെ അനുഭവിക്കുന്ന പെട്ടെന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കി ആൻസർ ചെയ്തിട്ട് അങ്ങ് പറഞ്ഞാൽ പോലും. അപ്പൊ 4 16 4 കൊണ്ട് ഗുണിച്ച് പിന്നെ 16 36 16 എങ്ങനെ 36 അല്ലെ? 4ന്റെ സ്ക്വയർ ഇതാണ്, 6ന്റെ സ്ക്വയർ ഇതാണ്. അങ്ങനെ നോക്കാം. 2ന്റെ സ്ക്വയർ ആണ് കിട്ടിയണ്ട. ഐഡിയകളൊന്നും തുടങ്ങി. 2ന്റെ സ്ക്വയർ ആണ് 4. അടുത്ത 16 എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ ആണ്. 6ന്റെ സ്ക്വയർ 36. അടുത്ത 8ന്റെ സ്ക്വയർ ആയിരിക്കും വരുന്നത് 64. ഇതായിരിക്കും ഉത്തരം. ഇനി ഇപ്പുറത്തെ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ മറിച്ച് ഇത് ഇവിടെ 64 തന്നിട്ട് അടുത്തതാണ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? അപ്ഡേറ്റഡ് ലെവലിൽ നമ്മൾ പഠിക്കും. 196 എത്രന്റെ സ്ക്വയർ ആണ്? 14ന്റെ സ്ക്വയർ ആണ് 196. 144 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12ന്റെ സ്ക്വയർ ആണ്. 100 എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ ആണ്. അടുത്തത് 8ന്റെ സ്ക്വയർ ആയിരിക്കും ഉത്തരം വരുന്നത് 64. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതോ. അതായത് 4 196 16 144 36 100 64. അടുത്ത വരുന്ന വെച്ചാൽ നിങ്ങൾ ഒരിക്കലും 64 എഴുതൂല. അല്ല, വീണ്ടും 64 വരും ഇല്ല. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? ഓട് സീരീസ് ആണ്. 1 3 5 7 ഇങ്ങനെ പോകും. 2, അതായത് ഒന്നാമത്തെ പദം അടുത്ത കണക്ട് ചെയ്തിരിക്കുന്ന മൂന്നാമത്തേലായിരിക്കും, അടുത്ത കണക്ട് ചെയ്തിരിക്കുന്ന അഞ്ചാമത്തേലായിരിക്കും. അങ്ങനെ പോകും. അതിന്റെ ഇടയിൽ വരുന്ന ഈവൻ സീരീസ്. രണ്ടാമത്തെ പദം, നാലാമത്തെ പദം, ആറാമത്തെ പദം, അങ്ങനെ പോകും. ഇതിന്റെ ഉത്തരം നോക്കാം. 71. അല്ല, ശരിയല്ലേ എന്ന് കൂടെ നോക്കണമല്ലോ. ചിലപ്പോ എനിക്ക് തെറ്റിപ്പോയെങ്കിൽ. 71 64 ശരി ഉത്തരം. കണ്ട, ഇതാണ് എന്റെ പരിപാടി. അപ്പൊ ഇതേപോലെ ഒരു മാത്സും ഒരു ഇംഗ്ലീഷും ഒരു മലയാളം കൂടെ നോക്കുമ്പോൾ തീരും. മലയാളത്തിൽ അടുത്തൊരു ചോദ്യമാണ് അർത്ഥിയുടെ ഓപ്പോസിറ്റ് എന്താണ്? പത്യർത്ഥി, ചതുർത്ഥി, വിദ്യാർത്ഥി, അന്വർത്ഥം. എല്ലാരും ഇത് എഴുതി വെക്കും. ശരിയാണ്. പക്ഷെ എന്ത് ചെയ്യും? കുറെ പിള്ളേർ കിടപ്പുണ്ടല്ലേ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ മാർക്ക് കളയാൻ വേണ്ടി. ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി. കാര്യം അർത്ഥിയുടെ ഓപ്പോസിറ്റ് പത്യർത്ഥി തന്നെയാണ്. പക്ഷെ ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, പദശുദ്ധി മിസ്റ്റേക്ക് ഉണ്ട്. അർത്ഥി എന്ന് ഇങ്ങനെ എഴുതേണ്ടത്, പ്രത്യർത്ഥി എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ അടുത്ത തവണ PSC പബ്ലിഷ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ അവർ ശ്രദ്ധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. നിങ്ങൾക്ക് മാർക്ക് വാങ്ങിച്ചുകൊണ്ട് പോവാം. പ്രത്യർത്ഥി എന്ന് എഴുതുമ്പോൾ ഈ തായിട്ട് തായും കൂടെ ചേർന്ന് വരുന്നത്. അർത്ഥിയുടെയും അങ്ങനെ തായും തായുമാണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഇംഗ്ലീഷിൽ നിന്നാണ്. ഇമ്മൊബിലൈസ്, ഇതിന്റെ സിനോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പര്യായ പദം എന്നാണ്. ഇതേ അർത്ഥം വരുന്ന പര്യായ പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാരലൈസ്, മൊബിലൈസ്, ആക്ച്വേറ്റ്, കൺവോക്ക് തന്നിട്ടുണ്ട്. പാരലൈസ് ആണ്. ഇമ്മൊബിലൈസ് എന്ന് പറഞ്ഞാൽ മൂവബിൾ അല്ലാത്തത് അല്ലേ? പാരലൈസ് ആണ്. പാരാലിസിസ് ബാധിച്ചത് എന്ന് പറഞ്ഞാൽ മതി. പാരാലിസിസ് ബാധിച്ച് നമ്മൾ ഒറ്റ കിടത്തിയാണ്, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇമ്മൊബിലൈസിന്റെ പര്യായമാണ് പാരാലിസ്. മൊബിലൈസ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇമ്മൊബിലൈസിന്റെ. ഓർഗനൈസ്, ഓർഡർ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. പിന്നെ ആക്ച്വേറ്റ് ചെയ്യുക, ഗണ്ണെടുത്ത് ട്രിഗർ ചെയ്യുക, ആക്ച്വേറ്റ് ചെയ്യുക, ആക്റ്റീവ് ആക്കുക അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുക എന്നാണ് അതിന്റെ ട്രിഗർ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. കൺവോക്ക് എന്ന് പറഞ്ഞാൽ സമൻ അല്ലെങ്കിൽ മസ്റ്റർ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഈ 4 പഠിച്ചാൽ മതി. അല്ല ഇങ്ങനെ PVQന്റെ എക്സ്പ്ലനേഷൻ പഠിക്കാനേ പറ്റൂ. അല്ലാതെ ഇതെടുത്തിട്ട് 500 വാക്കിന്റെ സിനോണിമും അന്റോണിമും പഠിക്കാൻ പറ്റൂല. സിനോണിം അന്റോണിയും പഠിച്ചു കഴിഞ്ഞാൽ PVQ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഉപയോഗം ഞാൻ ഇങ്ങനെ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോട്ട്. ആർക്കും വലുതായിട്ട് കിട്ടൂല കേട്ടാ. അതൊന്നും ആലോചിച്ച് പേടിക്കണ്ട. സിനോണിം അന്റോണിയും പഠിച്ച് പേടിക്കേ വേണ്ട. ഇത് നമ്മൾ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ വേണ്ട. ഇതിനുള്ള എക്സ്പ്ലനേഷനിൽ ബാക്കി 3 ഓപ്ഷനൊക്കെ വെച്ച് കട്ട് ചെയ്തൊക്കെ എഴുതാൻ ചിലപ്പോൾ പറ്റും. ചിലപ്പം മൊബിലൈസിന്റെ മൊബിലൈസ് ആയിരിക്കും അടുത്ത് ചോദിക്കുന്നത്. ഓർഡർ അത് കാണുമ്പോൾ തന്നെ കിട്ടും, അല്ലെങ്കിൽ ആക്ടിവിറ്റി ട്രിഗർ കിട്ടും. അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. ഭാഗ്യം ഉണ്ടെങ്കിൽ അത് കിട്ടും. ലക്കാണ്. നമ്മൾ ചെറിയ ചാൻസ് നമ്മൾ നോക്കും, അത്രേ ഉള്ളൂ. കിട്ടിയാൽ നമുക്ക് വർത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. ഐ ഡാഷ് എ കണ്ടീഷൻ. പുട്ട് വെച്ചിട്ടുള്ള 4 പ്രൈസൽ വെർബ് വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എഴുതണം. പുട്ടിന്റെ എപ്പോഴും ചോദിക്കണം പുട്ടൊക്കെയാണ്. നേരത്തെ ലുക്ക് ഫോർവേഡും ബ്രിങ്ങപ്പ് ഒക്കെ പറഞ്ഞു, വളർത്തിയെടുക്കുക, പരിപാലിക്കുക, അതൊക്കെ അതിൽ വരുന്നത്. ഓക്കെ, പുട്ടോണ്. അപ്പൊ ഐ പുട്ടോൺ എന്ന് പറഞ്ഞാൽ വിയർ, ധരിക്കുക എന്നാണ് അർത്ഥം. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ അണക്കുക. പുട്ട് ഔട്ട് ഫയർ. പാസ് അവേ, അത് ഞാൻ പറഞ്ഞുതരാം, നോക്കട്ടെ. പുട്ട് ഫോർവേഡ് ആണ് ഇവിടെ കറക്റ്റ്. സജസ്റ്റ് ചെയ്യുക, പ്രപ്പോസ് ചെയ്യുക എന്നൊക്കെയാണ്. ഞാൻ ഒരു കണ്ടീഷൻ കൊണ്ട് പറഞ്ഞു തരാം, അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യുക എന്ന അർത്ഥം വരുന്നത് പുട്ട് ഫോർവേഡ് ആണ്. പുട്ട് ഓഫ് എന്താണ്? മാറ്റി വെക്കുക, കളി മാറ്റി വെക്കുക. പാസ് അവേ എപ്പൊ പറയാം? പാസ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊക്കെന്നാണ് കേട്. പാസ് അവേ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടുക. പാസ് അവേ എന്ന് പറയില്ലേ, മരണപ്പെട്ട് പോവുക എന്നൊരു അവസ്ഥയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഒരു വശത്തിലൂടായെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഇതിന്റെ ഊക്കൻ രീതി കേട്ടാ. നമ്മൾക്ക് ടെലിഗ്രാം ലൈവ് ക്ലാസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിലൊക്കെ താല്പര്യം, ഇതേപോലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്റെ നമ്പർ 88 91 698 723 ആണ്. തുടക്കക്കാർക്കും
ഈ പരീക്ഷയ്ക്ക് പഠിക്കണവർ വാട്സ്ആപ്പ് ചെയ്താൽ അഡ്മിന്റെ നമ്പറാണ്, അഡ്മിന് മെസ്സേജ് ഇട്ടാൽ അവർ ക്ലാസ്സിൽ ആഡ് ചെയ്യും, ഡീറ്റെയിൽസ് പറഞ്ഞുതരും. ഓക്കെ, ഇനി മറ്റു കാര്യം പറയേണ്ടത്, നിങ്ങൾ പഠിത്തത്തിൽ നിങ്ങൾ വീക്കാണോ അല്ലയെന്ന് അറിയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആർട്ടിക്കിൾ 49 എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ പഠനത്തിൽ അത്യാവശ്യം റേഞ്ച് ഉള്ള ആളാണ്. ആർട്ടിക്കിൾ 49 എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പഠനത്തിൽ നിങ്ങൾക്ക് റേഞ്ച് ഉള്ള ആളാണ്. ഭരണഘടനയെ കുറിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തില്ല. 49 ആർട്ടിക്കിൾ ഇപ്പൊ മനസ്സിൽ ഓർമ്മ വന്നെങ്കിൽ പഠനത്തിൽ ലെവലുള്ള, അല്ലെങ്കിൽ ഓപ്ഷൻ തരാം. ഓപ്ഷൻ തന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? അടിമത്വം, ബാലവേല, സ്മാരകങ്ങളുടെ സംരക്ഷണം, എക്സിക്യൂട്ടീവ് അധികാരത്തെ വേർപെടുത്തൽ. ഇതിലെ 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് അറിയാമോ? 49 അടിമത്തം, ബാലവേല, സ്മാരകങ്ങളുടെ സംരക്ഷണം, എക്സിക്യൂട്ടീവ് അധികാരങ്ങളുടെ വേർപെടുത്തൽ. ഉത്തരം അറിയാവുന്നവര് പഠിച്ച് ലെവലായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നാണ് അർത്ഥം. സ്മാരകങ്ങളുടെ സംരക്ഷണം. ഇനി നിങ്ങൾക്ക് പറ്റണില്ല, അത് കിട്ടിയില്ല, ഞാൻ വേറൊരു മെത്തേഡ്, വേറൊരു ഭാഗത്ത് നിന്ന് ചോദ്യം തരാം. കൃഷ്ണ നദിയുടെ വൃഷ്ടി, ഇത് ഹൈ റേഞ്ചാണ്. വൃഷ്ടി പ്രദേശം കൂടിയ, കൃഷ്ണ നദിയുടെ വൃഷ്ടി പ്രദേശം കൂടിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. അറിയാമോ? നോക്ക്, കിട്ടുന്നുണ്ടോ? കിട്ടിയ മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലാണ് ഉത്ഭവിക്കുന്ന വൃഷ്ടി പ്രദേശം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു നദിയുടെ ഏറ്റവും കൂടുതൽ ജലം സപ്ലൈ ചെയ്യുന്ന ഭാഗത്തെയാണ് നദിയുടെ വൃഷ്ടി പ്രദേശം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തെറ്റിയൊരു അതിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്തവർ കൃഷ്ണ നദിയെടുത്ത് പഠിയടേ. അതാണ് ചെയ്യേണ്ട പരിപാടി. കുറച്ച് കോഡുകൾ വെച്ച് നമുക്ക് പഠിക്കാം. അങ്ങനെ ഒരുപാട് രീതികളുണ്ട്. അന്താരാഷ്ട്ര, ഈ വർഷം ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര അല്ല രാജ്യാന്തര ഫാക്ട് എന്ന് പറയാൻ വസ്തുത, ഫാക്ട് സുരക്ഷാ ദിനം, വളമല്ല വസ്തുത, സുരക്ഷാ ദിനം എന്നാണ്? ഏപ്രിൽ 1, 2, 3, 4. ഏതാണ് ഉത്തരം? അറിയാമോ? കറണ്ട് അഫയർ നിങ്ങൾ വീക്കാണല്ലേ പറയാലോ. 2ആണ് ഉത്തരം. കേട്ടാ, ഈ വർഷത്തെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ നമ്മൾ പഠിച്ച് കയറി പോവുക. ഓരോ മേഖലകളും നമ്മൾ പഠിച്ച് കയറി പോവുക. അതാണ് ചെയ്യേണ്ട കാര്യം. മാത്സിൽ നിങ്ങൾ വിട്ടുകളയുന്ന ഒരു ഏരിയ ഉണ്ട്, പരിപൂർണ സംഖ്യകൾ. പരിപൂർണ സംഖ്യകൾ, ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ 6 പഠിക്കണം. പരിപൂർണ സംഖ്യ അറിയില്ലെങ്കിൽ എടുത്തു വെച്ച് നോക്കുക, കിട്ടും. അങ്ങനെ ഓരോ ഏരിയകളുണ്ട്. ഇങ്ങനെയുള്ള ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ മെസ്സേജ് ഇടുക. വിളിക്കേണ്ട ആരും കിടന്നത് വിളിക്കരുത്. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക, വോയിസ് ഇടുക. റിപ്ലൈ തരും, ഉറപ്പായും റിപ്ലൈ തരും. വലിയ ഡിലേ ഒന്നും പറ്റില്ല റിപ്ലൈക്ക്. അതിനുവേണ്ടി നമുക്ക് അഡ്മിൻ ഉണ്ട്. കേട്ടാ, ശരി, നല്ലപോലെ പഠിക്കുക. ഏത് എക്സാം ആവട്ടെ, അടുത്ത വർഷം ഈ വീഡിയോ ക്ലാസ് നിങ്ങൾ കാണുമ്പോഴത്തേക്ക്, ഏതെങ്കിലും ഒരു വീഡിയോ ക്ലാസ് ഇതിൽ ആരെങ്കിലും എടുക്കുമ്പോൾ കാണുമ്പോഴത്തേക്ക് ഈ PSC ജൂനിയേഴ്സിനോട് പറയുമ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് എനിക്ക് ഇടാൻ ഒരു ഞാൻ അല്ലെങ്കിൽ അഡ്മിൻ അല്ലെങ്കിൽ വരും തലമുറക്കാർ ആരെങ്കിലും ഇടാൻ കഴിയട്ടെ. ഷോർട്സിൽ ഒരു BGM കയറ്റി ഇടാൻ കഴിയട്ടെ. പുഷ്പ 2 ആണ് ഇപ്പം നടന്നിരിക്കുന്നത്. പുഷ്പ 3 വരുമ്പോഴത്തേക്ക് ഇത് റാംപേജ് റിസൾട്ട്സ് വരട്ടെ.